السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن سعد بن أبي وقاص رضي الله عنه قال: كنا عند رسول الله صلى الله عليه وسلم فقال: أيعجز أحدكم أن يكسب كل يوم 1000 حسنة؟ فسأله سائل من جلسائه: كيف يكسب أحدنا 1000 حسنة؟ فقال: يسبح 100 تسبيحة فيكتب له 1000 حسنة أو يحط عنه 1000 خطيئة. رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 2698 ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുൻപിലിരിക്കുന്ന സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: അയഅ്ജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ 1000 ഹസനത്തിൻ? ഒരു ദിവസം ഏതൊരാൾക്കാണ് 1000 നന്മകൾ ചെയ്യാൻ കഴിയാതെ ഇരിക്കുക? ആരാണ് അശക്തനാകുക, പ്രയാസപ്പെടുന്ന ആരാ, ബുദ്ധിമുട്ടുന്ന ആരാ? 1000 നന്മകൾ ചെയ്യാൻ. ഫകൈഫ യക്സിബു അഹദുന 1000 ഹസനത്തിൻ? ഇത് ചോദിച്ചപ്പോൾ ഫസഅലഹു സായിലുൻ മിൻ ജുൽസാഇഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു: കൈഫ യക്സിബു അഹദുന? ഞങ്ങളിൽ ആർക്കാണ് കഴിയുക? ഏതൊരാൾക്ക് ഇപ്പം അങ്ങനെ കഴിയുക? 1000 ഹസനത്തിൻ, 1000 നന്മകൾ ചെയ്യാൻ. നന്മകൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഒരുപക്ഷെ 1000-ൽ കൂടുതൽ ചെയ്യുന്നവരുണ്ടാവും, താഴെണ്ടാവും. ഈ കൃത്യമായിട്ട് എണ്ണം പിടിച്ച് ഒരു 1000 എണ്ണം ചെയ്യാൻ ഞങ്ങളിൽ ആർക്ക് കഴിയും റസൂലേ? ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയാത്തൊരാളും ഇല്ലെന്ന് ആദ്യം പറഞ്ഞല്ലോ. അത് ചെയ്യാതിരിക്കാൻ അശക്തൻ അല്ലെങ്കിൽ പറ്റാത്തവരാരാന്ന് ചോദിച്ചുകൊണ്ടാണ് റസൂൽ തുടങ്ങുന്നത് തന്നെ. റസൂൽ പറയും: യുസബ്ബിഹു 100 തസ്ബീഹത്തിൻ, 100 തസ്ബീഹ് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് ഒരാൾ ഒരു ദിവസം 100 തസ്ബീഹ് പറഞ്ഞാൽ ഒരു ചെറിയ കുഞ്ഞു ദിക്റിന്റെ മഹാത്മ്യം ഉണ്ടല്ലോ. ഹദീസുകളിൽ നിരവധി കാണാൻ പറ്റും, നമുക്കൊക്കെ അറിയാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസ് മാത്രം പറയാം. ഏതെങ്കിലും ഒരാൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതൊരു ഹദീസിന്റെ ഒരു ഭാഗത്തുള്ള എന്ന് പറഞ്ഞാൽ ഖുദ്ദത്തുൽ ഖതായാഹു മിസ്ല സബദിൽ ബഹർ, ഒരു സമുദ്രത്തിൽ എത്ര നൊരയും പതിന്, കര അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, പ്രവിശാലമാണ്. ആ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന നൊരയും പതിനൊക്കെ ആർക്കെ പണി കണക്കാക്കാൻ പറ്റുക? അത്രയും ഒരാളിൽ തെറ്റുകുറ്റങ്ങൾ വന്നാൽ പോലും ഈ 100 തസ്ബീഹ കൊണ്ട് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദി കൊണ്ട് ആ തെറ്റുകൾ മുഴുവൻ മായ്ച്ചു കളയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അതൊരു വലിയ അത്ഭുതമുള്ള കാര്യം. അതുകൊണ്ട് ആകുമ്പോൾ എന്തെങ്കിലും ആശ്ചര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയും സുബ്ഹാനല്ലാഹ്. ഞാൻ സുബ്ഹാനല്ലാഹയുടെ മറ്റൊരു രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 1000 നന്മകൾ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലോ ഫയുക്തബു ലഹു 1000 ഹസനത്തിൻ, അയാളുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 നന്മകൾ എഴുതി ചേർത്തി രേഖപ്പെടുത്തി വെക്കപ്പെടാൻ തീരുമാനിക്കും. അതുപോലെ തന്നെ ഔ യുഹത്തു അൻഹു 1000 ഹസന എന്നതുപോലെ തന്നെ 1000 ഖതീഅത്ത്, അതല്ലെങ്കിൽ 1000 തിന്മകൾ അയാളുടെ ജീവിതത്തിൽ നിന്ന്, സയ്യിഅത്ത് ഖതീഅത്ത് അയാളുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ. അപ്പൊ 1000 നന്മകൾ ചേർക്കാനും 1000 നന്മകൾ 1000 തിന്മകൾ ഇല്ലായ്മ ചെയ്യാനും കഴിയാവുന്ന ഉതകുന്ന ഒന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന കൊച്ചു പദം. അതങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാവിൽ നനവുള്ളിടത്തോളം കാലം
അത് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആ തസ്ബീഹും തക്ബീറും തഹ്ലീലും തഹ്മീദും പറഞ്ഞു അവസാനം അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഒഴിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നു. ഇരു ലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായി ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.